أعوذ بالله من الشيطان الرجيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള കോടാനുകോടി ജീവജാലങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവികളിൽ നിന്നും മനുഷ്യ സമുദായം ഒരു വ്യത്യസ്ത ജീവിയായി, ഒരുപാട് സവിശേഷതകളുള്ള, പ്രത്യേകതകളുള്ള ആളുകളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യർ എന്ന് പറഞ്ഞാൽ. ആ മനുഷ്യരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാചകം നമുക്ക് കാണാം. വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ, തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. എല്ലാ അർത്ഥത്തിലും വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 70-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്ന വാക്കാണ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു ആദരിക്കപ്പെട്ട ഒരു ജനതയാണ്, ഒരു സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തിയത് മനുഷ്യവർഗത്തെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കടലിലും കരയിലും കടലിലും അവർക്ക് വാഹനം കയറാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വറസഖ്നാഹും അവർക്ക് റിസ്ക് നൽകി, മനുഷ്യ സമുദായത്തിന് അല്ലാഹു ഉപജീവനം നൽകി. മിനത് ത്വയ്യിബാത്ത്, ഏറ്റവും നല്ലതിൽ നിന്ന് ഭക്ഷിക്കാനുള്ള മാർഗവും അല്ലാഹു അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ സൃഷ്ടികളിൽ ഏറ്റവും മഹനീയമായ ഒരു സൃഷ്ടിയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമുദായത്തെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു പറഞ്ഞയച്ചിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എന്നാൽ മനുഷ്യൻ നിസ്സാരനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാക്ക് നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യുരീദുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അയ്യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് മനുഷ്യൻ ദുർബലനാണ് എന്ന്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു ആദരിച്ചു എന്ന് പറഞ്ഞു. ആ സമ്പത്ത് അല്ലാഹു നൽകി, വാഹനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, ഏറ്റവും നല്ല റിസ്ഖിനെ പടച്ചറബ്ബ് മനുഷ്യർക്ക് നൽകി. എല്ലാം പറഞ്ഞിട്ട് പടച്ചറബ്ബ് പറയുന്ന വാക്കെന്താ? മനുഷ്യൻ ദുർബലനാണ്. അവൻ എല്ലാ മേഖല എടുത്തു പരിശോധിച്ചാലും അവന് ദുർബലത അവനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ലോകത്ത് ജീവിച്ച മനുഷ്യരുടെ ആയുസ്സുകൾ നമ്മൾ എണ്ണി പരിശോധിക്കുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, കഴിഞ്ഞുപോയ തലമുറകളുടെ ആയുസ് എത്രയാണ്? കഴിഞ്ഞുപോയ ജനതയുടെ ആയുസ് ഒരുപാട് വർഷങ്ങൾ, നൂറുകണക്കിന് വർഷങ്ങൾ ജീവിച്ച മനുഷ്യന്മാർ മുൻകാലഘട്ടങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്.
നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തിനെ കുറിച്ച് തന്നെ എടുത്തു പരിശോധിക്കുമ്പോൾ 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് നിർവഹിച്ചു എന്ന് കാണാം. എന്നാൽ എല്ലാം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മൾ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്നുള്ളത് 60ൻ്റെയും 70ൻ്റെയും ഇടയ്ക്കുള്ള കാലമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യൻ ദുർബലനാണ്. ഒരു 60ഓ 70ഓ കൊല്ലക്കാലം ജീവിക്കും. ആ ജീവിത കാലയളവ് തന്നെ 60ഓ 70ഓ വയസ്സ് കിട്ടിയാൽ തന്നെ അതിലെന്താണ് നമുക്ക് നേടാനുള്ളത്? 70 കൊല്ലം എന്ന് പറയുമ്പോൾ ആ 70 കൊല്ലത്തിൽ നമ്മൾ നേടുന്നത് എന്താണ്? ഇനി 100 വർഷം തന്നെ നീണ്ടുപോയാൽ എന്താണ് നമ്മൾ അതിൽ നേടാനുള്ളത്? നോക്കൂ നിങ്ങൾ, 60 വയസ്സ് വരെ ഒരാൾക്ക് ആയുസ്സിട്ട് കൊടുത്താൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന വാക്കുകൾ നമുക്ക് കാണാം. 60 കൊല്ലം ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് കൊടുത്താൽ ജീവിക്കാൻ, അവന് 60 വയസ്സ് വരെ ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകിയാൽ അതിലെത്രയാണ് നമുക്ക് കിട്ടാണ്ടാവുക? 60 കൊല്ലത്തിൽ 30 കൊല്ലം രാത്രിയാണ് നമ്മൾ ഉറങ്ങിത്തീർക്കുന്ന കാലം. 60 കൊല്ലം കിട്ടിയാൽ 60 കൊല്ലത്തിൽ 30 കൊല്ലം നമ്മുടെ രാത്രിയാണ് നമുക്ക് തീർന്നു പോകുന്നത്, അല്ലേ? ബാക്കി 30 കൊല്ലത്തിൽ 15 കൊല്ലത്തിനടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ മുന്നിലുള്ള 15 കൊല്ലം എന്താ? നമ്മൾ കളിച്ചും ശ്രദ്ധയില്ലാതെ ജീവിച്ചതുമായ നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള 15 വയസ്സ് വരെയുള്ള കാലം അതങ്ങനെയും തീർന്നു. ബാക്കിയുള്ളത് 15 കൊല്ലക്കാലം. ഈ 15 കൊല്ലക്കാലത്തിനിടയിൽ നമുക്ക് നേടാനുള്ളത് എന്താണ്? അവിടെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാനുള്ള പരക്കം പാച്ചിലും ദുനിയാവിൻ്റെ നെട്ടോട്ടത്തിലാണ്. വിവാഹത്തിനെ കുറിച്ചുള്ള ചിന്ത, പിന്നെ കുടുംബജീവിതത്തിനെ കുറിച്ചുള്ള ആലോചന, മക്കളെ പോറ്റാനുള്ള പാടുപെട്ടുകൊണ്ടുള്ള ജീവിതം, ഇങ്ങനെ ജീവിച്ചു തീർക്കുന്ന ബാക്കി 15ഉം അവസാനത്തിലേക്ക് എത്തുമ്പോൾ മുടിയും നരച്ച് താടിയും നരച്ച് ശരീരത്തിൻ്റെ എല്ലുകൾ അതിൻ്റെ ബലങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങി അവസാനം 6 അടി മണ്ണാകുന്ന ഖബറിലേക്ക് യാത്ര പോകാൻ കാത്തിരിക്കുന്നവരാണ് മനുഷ്യർ എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം, അല്ലേ? ഒരു 60 കൊല്ലം നമ്മളെടുത്ത് പരിശോധിച്ചാൽ തന്നെ അത്ര സിമ്പിളായി ജീവിച്ച് തീർന്നു പോകുന്ന കാലമാണ് മനുഷ്യൻ്റെ കാലം എന്നുള്ളത്. സഹോദരങ്ങളെ, ഈ കാലയളവിൽ നമുക്ക് നേടാനുള്ള ചില നേട്ടങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ദുനിയാവിന് വേണ്ടി നെട്ടോട്ടമോടുന്നതിനിടയിൽ എന്നോ ഒരു ദിവസം അല്ലാഹു നിശ്ചയിച്ചൊരു മരണം. റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നത്, അങ്ങനെ മരിച്ചു പോകുമ്പോൾ മലക്കുകൾ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്ന ആത്മാവുകളായി ഭൂമിയിൽ നിന്ന് വിട പറയാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മലക്കുകൾ വിളിക്കുമെന്നാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ, ഇർജിഇ നീ മടങ്ങിക്കോ, ഇലാ റബ്ബികി റാളിയതൻ മർദിയ, നീ റബ്ബിന്റെ തൃപ്തിയിലേക്ക് നീ മടങ്ങിക്കോ, റബ്ബിന്റെ തൃപ്തിയിലേക്ക് നീ മടങ്ങിക്കോ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നീ മടങ്ങിക്കോ എന്ന് മലക്കുകൾ ക്ഷണിക്കുന്ന വിഭാഗമുണ്ട്. ആ കൂട്ടത്തിൽ ഉൾപ്പെട്ട് മരിക്കാൻ മാത്രമുള്ള പാകതയിൽ നമ്മുടെ ഈ ആയുഷ്കാലത്ത് നമ്മൾ എന്ത് നേടി എന്നതാണ് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. എന്ത് നേടി എന്നുള്ളതാണ് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ തടി ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ, ഖബറിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോയി വെച്ചാൽ, ആ ബർസഖിയായ ലോകത്തെക്കുറിച്ച് അവിടെ വിശ്വാസികൾക്ക് ആനന്ദം നൽകുന്ന വാക്കുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വിശ്വാസികളായ ആളുകളെ ഖബറിൽ നിന്ന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കും വിശ്വാസികൾക്ക്. ഈമാൻ ഉൾക്കൊണ്ട് ജീവിച്ച ആളുകൾക്ക് ഖബറിലേക്ക് ചില സന്തോഷ വാർത്തകളുണ്ട്. അതെന്താ സഹോദരങ്ങളെ? ഒന്ന്, അഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗത്തിലേക്ക് അവന് സ്വർഗത്തിന്റെ സുഗന്ധം അവന്റെ ഖബറിലേക്ക് നിങ്ങൾ തുറന്നു കൊടുക്കൂ. അല്ലാഹ് പറയുന്നതാണ്, അഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗത്തിന്റെ സുഗന്ധം അവർക്ക് നിങ്ങൾ നൽകൂന്നാണ്. രണ്ടാമത്തത് അൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ
സ്വർഗത്തിലെ നല്ല വസ്ത്രം നിങ്ങളവർക്ക് അണിയിച്ചു കൊടുക്കണം കേട്ടോ. ഈമാനും ഇഖ്ലാസും തഖ്വയൊക്കെ മുറുകെ പിടിച്ച് ചുരുങ്ങിയ കാലം ജീവിച്ചപ്പോൾ ആ കാലത്തിനുള്ളിൽ നന്മ നിറഞ്ഞ ജീവിതം നയിച്ച ആളുകൾക്ക് കിട്ടുന്ന സ്ഥാനം ഇതാണ്. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിലവന് നിങ്ങൾ ഉടയാട അണിയിച്ചു കൊടുക്കൂ. സ്വർഗത്തിലെ ഉടയാട ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ അണിയിച്ചു കൊടുക്കൂ. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധം നിങ്ങൾ അവർക്ക് നൽകണം. അതേപോലെ തന്നെ വസ്ത്രം നൽകണമെന്ന് പറഞ്ഞിട്ട് റബ്ബ് പറയുന്നത് സ്വർഗത്തിന്റെ വാതിൽ നിങ്ങൾ അവന്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കൂ. അള്ളാന്റെ കൽപ്പനയാണ് മലക്കുകൾക്കുള്ള കൽപ്പന. സ്വർഗക്കാരായ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ദുനിയാവിലെ ജീവിതം ധന്യമാക്കി ലക്ഷ്യബോധത്തോടു കൂടി ജീവിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഖബറിനെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. സ്വർഗത്തിൻ്റെ വാതിൽ അവൻ്റെ ഖബറിലേക്ക് നിങ്ങൾ തുറന്നു കൊടുക്കണമെന്നാണ്. മാത്രമല്ല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നോക്കൂ നിങ്ങൾ ഖബറിലേക്ക് അവൻ്റെ കണ്ണെത്തും ദൂരം വരെ അവൻ്റെ ഖബറിനെ നിങ്ങൾ വിശാലമായ ഖബറവന് നിങ്ങൾ നൽകണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന സന്തോഷ വാർത്തകൾ ഇതൊക്കെയാണ്. സന്തോഷ വാർത്തകൾ ഇതാണ്. വിശ്വാസി പറയും, റബ്ബി, എൻ്റെ റബ്ബേ, ഖിയാമത്തൊന്ന് അടുപ്പിച്ചു തരണം പടച്ചോനെ. ഖബറിൽ കിടക്കുന്ന വ്യക്തി പറയുന്ന, ഖിയാമത്തൊന്ന് അടുപ്പിക്കണം, എനിക്ക് എൻ്റെ കുടുംബങ്ങളെ എനിക്ക് കാണണം, എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, എനിക്കതാ ഈ ഖബറിൽ കിടന്നുകൊണ്ട് വിശ്വാസി പറയുകയാണ്, റബ്ബി, എൻ്റെ റബ്ബേ, ഖിയാമത്തിനെ നീ ഒന്ന് അടുപ്പിച്ചു തരണേ റബ്ബേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലക്ഷ്യബോധത്തോടു കൂടി ജീവിച്ചൊരു മനുഷ്യന് നാളെ ഖബറിൽ കിട്ടുന്ന സ്ഥാനം ഇതാണ്. ഈ സ്ഥാനം നമുക്ക് കിട്ടണമെങ്കിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ നമ്മൾ അടിവരയിട്ട് ചിന്തിക്കേണ്ടതുണ്ട്, അടിവരയിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ പറയപ്പെട്ട സന്തോഷ വാർത്തകൾ ഖബറിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ നിന്ന് മരിക്കുമ്പോൾ സമാധാനമുള്ള ആത്മാവായി സന്തോഷത്തോടെ യാത്രയാകണമെങ്കിൽ, ഖബറിൽ നിന്നുള്ള ഈ പറയപ്പെട്ട രൂപത്തിൽ സ്വർഗത്തിന്റെ കവാടം നമ്മുടെ ഖബറിലേക്ക് തുറക്കപ്പെടണമെങ്കിൽ, സ്വർഗത്തിന്റെ വാതിൽ, സ്വർഗത്തിലെ സുഗന്ധം അണിയിക്കപ്പെടണമെങ്കിൽ, സ്വർഗത്തിലെ വസ്ത്രം നമുക്ക് ലഭിക്കണമെങ്കിൽ, സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ഖബറിനെ വിശാലമാക്കി തരണമെങ്കിൽ ഒക്കെ നമ്മുടെ ജീവിതത്തിലേറെ വിശ്വാസപരമായ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം, നമ്മുടെ ഇബാദത്തുകളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം, ഒന്ന് ഇഖ്ലാസ് ഉള്ളൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ വിഷയം സഹോദരങ്ങളെ, ഇഖ്ലാസോടുകൂടി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എല്ലാ കർമ്മങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ക്രമീകരിച്ച് തന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. ആ കർമ്മങ്ങളെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗമാണ് എന്ന പ്രതീക്ഷയോടെ ആ ലക്ഷ്യത്തോടുകൂടി ജീവിക്കാനാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാക്ക് അതേ സൂറത്തുൽ ഇസ്രാ 17-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിച്ച വാക്ക് എന്താ നിങ്ങൾ? വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ ഫഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ഒരു വിശ്വാസിക്ക് കിട്ടുന്ന സ്ഥാനം ഇതാണ്. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ, പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് സത്യവിശ്വാസിയായിക്കൊണ്ട് ആരാണോ ജീവിച്ചത് അവൻ്റെ പരിശ്രമം ഒരിക്കലും പാഴായി പോവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഈമാനോടുകൂടി അമല് ചെയ്ത്, ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ച് സ്വർഗം മുന്നിൽ കണ്ട് ജീവിച്ചുകൊണ്ട് ഇബാദത്തുമായി മുന്നോട്ട് പോയവർ ആരാണോ, വിശ്വാസികളായി ജീവിച്ചവർ ആരാണോ, അവൻ്റെ അമലുകൾ അല്ലാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. മാത്രമല്ല, കാന സഅയ്യുഹും മഷ്കൂറാ, അവരുടെ പരിശ്രമം നന്ദിപൂർവ്വം അല്ലാഹു സ്വീകരിക്കുന്നതാണ്. നന്ദിപൂർവ്വം അവിടെ സ്വീകരിക്കപ്പെടും എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പരലോകത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാനും
ഇഖ്ലാസും ഈമാനും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ പരലോകം നമുക്ക് വിജയകരമാക്കാം. പരലോകം നമുക്ക് വിജയകരമാക്കാം. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാനിലൂടെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത് മുഅ്മിനീങ്ങൾക്കുള്ള പ്രത്യേകത, ഒരു വിശ്വാസിക്ക് കിട്ടുന്ന പ്രത്യേകത. എന്താ പ്രത്യേകത? നിങ്ങൾ ഒരു നന്മ ചെയ്യുമ്പോൾ, ഒരു സുഹൃതം ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയുടെ കൽബ് നിറയുള്ള ചിന്ത ഇതായിരിക്കും. ഏതാണ് ആ ചിന്ത? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. ഞാനൊരു ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ, ഒരാൾക്ക് സമ്പത്ത് കൊടുക്കുകയാണെങ്കിൽ, സ്വതക്ക ചെയ്യുകയാണെങ്കിൽ, ആ സമയത്തിൻ്റെ കൽബിലെ ചിന്ത എന്താ? ഈ നാട്ടുകാർ കാണാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളതല്ല. ആഖിറത്തിൽ എനിക്ക് പ്രതിഫലം കിട്ടണം, എൻ്റെ റബ്ബിൻ്റെ വജ്ഹാണ് എനിക്ക് വേണ്ടത്. ഇന്നമാ നുത്ഇമുകും, ഞാൻ നിനക്ക് ഈ ഭക്ഷണം തന്നത് ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ നിനക്ക് ഈ ഭക്ഷണം തന്നത് എന്നൊരു വിശ്വാസി പറയും. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഞാൻ ഈ ഭക്ഷണം തന്നതിൻ്റെ പേരിൽ നീ എനിക്കൊരു സഹായം നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ അടുക്കൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് ഒരു പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ റബ്ബിൻ്റെ പ്രീതിയാണ് എനിക്ക് വേണ്ടത് എന്ന മനസ്സോടെ ഒരു വിശ്വാസി ദാനധർമ്മം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ ധർമ്മം ചെയ്യുന്ന, ആ മനസ്സോടുകൂടി ഇബാദത്തുകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടോ, അവർക്ക് സഹോദരങ്ങൾ അവിടെ പരലോകം രക്ഷപ്പെടുത്താം, അവരുടെ ബർസഖിയായ ലോകം സമാധാനമുള്ളതാക്കി തീർക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഖ്ലാസുള്ളൊരു ജീവിതമാണ്. രണ്ടാമത്തത് സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനം, നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ വേണം. ഇഹലോകത്തും പരലോകത്തും നമ്മുടെ കുടുംബം നമുക്ക് ലഭിക്കണമെന്ന ചിന്തയിൽ നമ്മൾ പ്രവർത്തിക്കാം. ഏറ്റവും പ്രധാനം നമ്മുടെ കുടുംബമാണ്. ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ നോക്കൂ നിങ്ങൾ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് നൽകിയ അന്നത്തെ ദിവസം, പരസ്യ പ്രബോധനത്തിലേക്ക് ഇറങ്ങാനുള്ള കൽപ്പന വന്ന ദിവസം, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. വഅൻദിർ അശീറതകൽ അഖറബീൻ. കുടുംബത്തിൽ നിന്ന് തുടങ്ങണം നബിയെ, കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. നാട്ടുകാരെന്നാക്കിയിട്ട് കാര്യമില്ല, കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. കുടുംബം നന്നാകാതെ സഹോദരങ്ങളെ നാട്ടുകാരോട് ദഅവത്ത് നടത്തിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് വഅൻദിർ അശീറതകൽ അഖറബീൻ, റസൂലേ നിങ്ങൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നന്നായിട്ടൊന്ന് വിലയിരുത്തണം. നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് വിലയിരുത്തണം. എൻ്റെ കുടുംബം, ഞാൻ സ്വീകരിച്ച വിശ്വാസപ്രകാരം എൻ്റെ അമൽ, റസൂലുള്ള കൽപ്പിച്ച അമലുകൾ, ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നൊരു കുടുംബമാണോ നമ്മൾ കെട്ടിപ്പടുത്തിട്ടുള്ള നമ്മുടെ കുടുംബമെന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കണം എന്നർത്ഥം. അല്ല ഖുർആൻ നമ്മളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് റബ്ബ് നിർത്തിയോ? ഇല്ല, വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണം കേട്ടോ. നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾ കരകയറ്റണം. കുടുംബത്തിന് നിങ്ങൾ കരകയറ്റണം. കുടുംബത്തിനും നിങ്ങൾ ദീന് പഠിപ്പിക്കണം. ഏതാണ് ആ നരകമെന്ന് കൂടി അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെയും കല്ലിനെയും ഇന്ധനമാക്കി കരിച്ചു കളയുന്ന ആ നരകം, ആ നരകത്ത് നിങ്ങളെ കുടുംബത്തിനെ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഗ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാന്റെ കൽപ്പന ഒരു സെക്കൻഡ് പോലും തെറ്റിക്കാത്ത പരുക്കന്മാരായ മലക്കുകളാണ് നരകത്തിൻ്റെ കാവൽക്കാർ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നരകത്തിൻ്റെ കാവൽക്കാരെ പരുക്കന്മാരായ മലക്കുകൾ, റബ്ബിൻ്റെ കൽപ്പന ഒരു സെക്കൻഡ് പോലും തെറ്റിക്കാത്തവരാണ്. കഴിച്ചിലാകാൻ പറ്റൂല, രക്ഷപ്പെടാൻ പറ്റൂല. എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് നടത്തി നരകത്തിൽ നിന്ന് കഴിച്ചിലാവാൻ സാധ്യമല്ല എന്ന് പടച്ച റബ്ബ് നമ്മളെ ബോധ്യപ്പെടുത്താൻ. അതുകൊണ്ട് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, നമ്മളും നമ്മുടെ കുടുംബവും കുടുംബത്തിൻ്റെ സ്വർഗപ്രാപ്തി
പ്രാപ്തിക്ക് വേണ്ടി നിരന്തരം പണിയെടുക്കണം എന്നാണ് പറഞ്ഞത്. നിരന്തരം സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. മനസ്സിലായോ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ ദുനിയാവിലെ വീടോ ദുനിയാവിലെ ആഡംബരങ്ങളോ ഇതൊന്നുമല്ല നമുക്ക് വലുത്. അള്ളാഹ് പഠിപ്പിക്കുന്ന ഒരു വാക്കെന്താണെന്നറിയോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സുകളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിലാണ് മനുഷ്യന്മാർ ചെയ്യുന്ന നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം ലഭിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുന്ന വാക്ക് ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന. ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുനിയാവിൽ ജീവിച്ചത്, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവരായ ആളുകൾ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നരകരക്ഷയ്ക്ക് വേണ്ടി സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിച്ചവർ ആരാണോ ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. എന്നിട്ട് പടച്ചോ നിർത്തിയോ? ഇല്ല. അല്ലാഹു തുടർന്ന് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. നിങ്ങൾ വലുതായി കാണുന്ന ദുനിയാവില്ലേ, കൊട്ടാരങ്ങൾ പണിതുണ്ടാക്കുന്ന നിങ്ങളുടെ ദുനിയാവില്ലേ, ആഡംബരങ്ങളായ ജീവിതം നയിക്കാൻ നിങ്ങൾ കൊതിക്കുന്ന ദുനിയാവില്ലേ, നിസ്കാരം മറന്ന്, നോമ്പ് മറന്ന്, വിശ്വാസം ശ്രദ്ധിക്കാതെ, കർമ്മങ്ങൾ സൂക്ഷിക്കാതെ, എല്ലാ രൂപത്തിലുള്ള ഹറാമുകളും സമ്പാദിച്ച് നിങ്ങൾ തീർക്കുന്ന ദുനിയാവില്ലേ, ആ ദുനിയാവ് എന്താണെന്നറിയുമോ? ഇല്ലാ മതാഉൽ ഉറൂർ. നിങ്ങളെ വഞ്ചിച്ച് കളയുന്ന വിഭവമാണ് ഈ ദുനിയാവ്. നിങ്ങളെ ചതിക്കുന്ന ചരക്കാണ് ഈ ദുനിയാവ്. അതുകൊണ്ട് ഈ ദുനിയാവിൻ്റെ ആഡംബരങ്ങൾക്ക് വേണ്ടി കുടുംബസമേതം നരകം നേടുന്ന ജീവിതം നിങ്ങൾ നയിക്കരുതേ. നിങ്ങൾ മരിക്കുമ്പോൾ കുടുംബത്തിനെയും സ്വർഗത്തിലേക്ക് നയിച്ചവരായി ഭൂമിയിൽ നിന്ന് യാത്ര പറയാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു ആലി ഇംറാനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയ വാക്ക്. അടിവരടേണ്ട വാക്കാ. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ ഏറ്റവും വലിയ വീടും സൗകര്യങ്ങളൊക്കെ കിട്ടിയ മഹദിയാണ് ആസിയ ബീവി. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും നല്ല ജീവിതം അല്ലേ? ഫറോവയുടെ കൂടെ ഫറോവയുടെ ഭാര്യ ജീവിച്ചു തീർത്ത ആ ജീവിതം എന്ത് കുറവാണുള്ളത് ദുനിയാവിൽ. എന്തിനാണ് പിന്നെ ഫറോവയുടെ അടിയും കുത്തൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് പഠിപ്പിച്ച തൗഹീദാണ് ശരിയുടെ മാർഗമെന്ന് മനസ്സിലാക്കിയ ആ മഹദി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അടിവരയിടേണ്ട പ്രാർത്ഥനയാണ്. ഈ ദുനിയാവിലെ കൊട്ടാരങ്ങളും ദുനിയാവിലെ ആഡംബരങ്ങളും ഒക്കെ മുന്നിലുണ്ടായിട്ടും ആസിയ ബീവി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? പടച്ച റബ്ബേ, റബ്ബി ബിലിനി ഇൻദക ബൈതം ഫിൽ ജന്ന. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ എനിക്ക് നിന്റെ അടുത്ത് എനിക്കൊരു വീട് തരണേ റബ്ബേ. സ്വർഗ്ഗത്തിൽ എനിക്കൊരു ഭവനം വേണമെന്ന് മാത്രമല്ല, ഇൻദക ബൈതം ഫിൽ ജന്ന, നിന്റെ അടുത്തെനിക്കൊരു വീട് വേണം റബ്ബേ. നിന്റെ ചാരത്തെനിക്കൊരു വീട് വേണമല്ലാ, അതെനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആരാണെന്നറിയുമോ? ഏറ്റവും നല്ല രാജകീയ ജീവിതം നയിച്ചിരുന്ന ആസിയ ബീവിയുടെ പ്രാർത്ഥനയാണ്. എന്ത് കുറവാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. ആദർശം സ്വീകരിച്ചതിന്റെ പേരിലാണ് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ബുദ്ധിമുട്ടുകൾ സഹിച്ചതെന്തിനാ? ആദർശത്തിന് വേണ്ടിയാണ്. ഫറോവയുടെ അടികൊണ്ടതെന്തിനാണ്? ആദർശത്തിന് വേണ്ടിയാണ്. ആ കൂട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമി ളാലിമീൻ. അല്ലാഹ്, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഈ ഫിർഔനിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെ കാക്കണം പടച്ചോനെ. എനിക്ക് സ്വർഗ്ഗത്തിൽ നിന്റെ അടുത്തൊരു വീട് നീ എനിക്ക് തരണമെന്ന് ആസിയ ബീവി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇതാണ് സഹോദരങ്ങളെ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുക എന്നതിൻ്റെ രത്നചുരുക്കം. അതാണ്. അതുകൊണ്ട് കുടുംബസമേതം നമ്മൾ സ്വർഗം നേടാൻ, കുടുംബത്തിനെയും കൂട്ടി സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം.
അതിൽ മൂന്നാമത്തത് നമ്മുടെ ഇണകൾ അറിഞ്ഞിരിക്കേണ്ട, സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. കുടുംബരംഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉമ്മമാരോട് അടിവരയിട്ട് പറയേണ്ട ചില കാര്യങ്ങൾ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച വിഷയം, ഒരു സ്ത്രീ അവളുടെ വീട്ടിലെ രാജ്ഞിയാണ്. തർക്കണ്ടോ? ആ രാജ്ഞിയാകുന്നത് എപ്പോഴാണ്? തൻ്റെ വീട്ടിലെ രാജാവ് ഭർത്താവാകുമ്പോഴാണ്. ഭർത്താവിന് അടിമയുടെ സ്ഥാനത്തൊരു പെണ്ണ് കണ്ടാൽ ആ പെണ്ണാരാ? ഒരു അടിമയുടെ ഭാര്യയാണ്. അടിമയുടെ ഭാര്യയാണ്. ഞാനൊരു രാജ്ഞിയായി ഒരു പെണ്ണ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിനെ രാജാവായി കാണാൻ ഒരു പെണ്ണിന് കഴിഞ്ഞാലേ നടക്കുള്ളൂ. ആ ഭർത്താവിന് കൊടുക്കേണ്ട പരിഗണനകളും ഭർത്താവിന് കൊടുക്കേണ്ട എല്ലാവിധ ആദരവും നൽകി ജീവിതത്തെ ക്രമീകരിക്കാൻ ഒരു പെണ്ണ് സാധിച്ചാൽ, ഒരു പെണ്ണിന് കഴിഞ്ഞാൽ, അവിടെയാണ് സഹോദരിമാരെ വിജയം എന്നുള്ളത് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് വിവാഹ ജീവിതം, വൈവാഹിക ജീവിതം, ഒരു കുടുംബ ജീവിതം സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാൻ ഒരു പെണ്ണിന് കഴിഞ്ഞാൽ അത് ആ പെണ്ണിന് കിട്ടുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരം നിസ്കരിക്കുന്നൊരു പെണ്ണ്, അതേപോലെ തന്നെ വസ്വാമത്ത് ഷഹ്റഹ, റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണ്, വഅത്വാഅത്ത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസ്വാമത്ത് ഷഹ്റഹ വഅത്വാഅത്ത് സൗജഹ, തൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 5 നേരം നിസ്കരിക്കുന്നവൾ, അതേപോലെ തന്നെ വസ്വാമത്ത് ഷഹ്റഹ, റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണ്, വഹഫിളത്ത് ഫർജഹ, തൻ്റെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കുന്ന പെണ്ണ്, വഅത്വാഅത്ത് സൗജഹ, തൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് ദഖലത്തിൽ ജന്ന, അല്ലാഹ് കൽപ്പിക്കും സ്വർഗത്തിലേക്ക് കയറിക്കോന്ന്. സ്വർഗത്തേക്ക് കയറിക്കോന്ന് റബ്ബ് പറയും. അതിൽ 4 കാര്യങ്ങൾ പ്രധാനമായും എടുത്തു പറഞ്ഞു. 5 നേരം നിസ്കരിക്കുന്നവളാകണം, നോമ്പെടുക്കുന്നവളാകണം, റമദാനിൽ നോമ്പിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു, വസ്വാമത്ത് ഷഹ്റഹ, റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നവളാകണം, മാത്രമല്ല വഹഫിളത്ത് ഫർജഹ, തൻ്റെ ഭർത്താവിൻ്റെ മാത്രം നൽകേണ്ട പെണ്ണിൻ്റെ ശരീരത്തെ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നൊരു പെണ്ണ്, വഅത്വാഅത്ത് സൗജഹ, തൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്, ആ പെണ്ണിന് സ്വർഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസ് നമുക്കിങ്ങനെ കാണാം. ഒരു ഭർത്താവ് പൂർണ്ണ തൃപ്തനായിക്കൊണ്ടാണ് ഒരു ഭാര്യ മരിക്കുന്നതെങ്കിൽ, ഭാര്യ മരിക്കുന്ന നേരത്ത് ഒരു ഭർത്താവ് പൂർണ്ണ തൃപ്തനാണെങ്കിൽ, അയ്യുമംറഅത്തിൻ മാതത് സൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. നോക്കൂ നിങ്ങൾ, ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ ഒരു ഭർത്താവിന് പൂർണ്ണ തൃപ്തയായിട്ടാണ് ഒരു ഭാര്യ മരിക്കുന്നത്. ഭർത്താവ് ഭാര്യയെ സംബന്ധിച്ച് പൂർണ്ണ തൃപ്തനായിരുന്നുവെങ്കിൽ ആ പെണ്ണിൻ്റെ സ്ഥാനം ദഖലത്തിൽ ജന്ന, അവളുടെ സ്ഥാനം സ്വർഗ്ഗാണെന്നാണ്. അപ്പോൾ പരലോകം രക്ഷപ്പെടണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പെണ്ണ് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും സാധിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഹലാവത്തോടുകൂടി മധുരത്തോടുകൂടി കുടുംബജീവിതം നയിക്കാൻ പറ്റുക എന്നുള്ളതാണ്. വീട്ടിലെ ജോലികൾ നല്ല നീയത്തോടു കൂടി എടുക്കുമ്പോൾ, പിറുപിറുക്കാതെ നല്ല നീയത്തോടു കൂടി ഒരു പെണ്ണ് വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ആ പെണ്ണിനൊരു സംതൃപ്ത ജീവിതം കിട്ടും. ഭർത്താവിനെയും മക്കളെയും മതപരമായ കാര്യത്തിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് മോട്ടിവേഷൻ ചെയ്ത് കൊണ്ടുവരുന്നൊരു പെണ്ണായ ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ആ വീട് സന്തോഷത്തിൻ്റെ വീടാണ്, സമാധാനത്തിൻ്റെ വീടാണ്. ഒരിക്കലും രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന മക്കളെ ചീത്ത പറഞ്ഞ്, തെറി പറഞ്ഞ്, അടിച്ച്, ആക്ഷേപിച്ച് നിങ്ങൾ പറഞ്ഞേക്കരുത്. ഒരു ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ ആ ഭർത്താവിൻ്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞേക്കരുത്. അത് ഉമ്മമാർ അടിവരയിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. വീട് എന്ന് പറഞ്ഞാൽ സമാധാനമുള്ളൊരു വീടായി പ്രതീക്ഷിക്കണം. ഒരു ഭർത്താവ് പോയാൽ എങ്ങനെയാണ് തിരിച്ചു വരിക എന്നറിയില്ല. രോഗികളായി തിരിച്ചു വരുന്നവരുണ്ട്, അപകടം പറ്റിയെ തിരിച്ചു വരുന്ന ആളുകളുണ്ട്, മയ്യത്തായി വീട്ടിലേക്ക് വരുന്ന എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മാന്യമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന, വീട്ടിലേക്ക് കയറി വരുന്ന പശ്ചാത്തലങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകണം. അതിനൊരു പെണ്ണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സഹോദരിമാർ
വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. അതേപോലെ തന്നെ നമ്മുടെ വീട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. പരലോകം രക്ഷപ്പെടണമെങ്കിൽ, കുടുംബത്തോടെ സ്വർഗം നേടണമെങ്കിൽ നമ്മുടെ വീടിനെ സംബന്ധിച്ചുള്ള ശ്രദ്ധ നമുക്ക് നിരന്തരം ഉണ്ടാവണം. വീട് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുന്നൊരു വീടാകണം. വീടിൻ്റെ ചുമരുകളിലേക്ക് നോക്കിയാൽ ബിംബങ്ങളുടെ ഫോട്ടോകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ. അതെ, ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോകളൊന്നും തൂക്കിയിട്ടില്ല എൻ്റെ വീട്ടിൽ. റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവനുള്ള വസ്തുക്കൾ തൂക്കിയിട്ട വീട്ടിലേക്ക് റഹ്മത്തിൻ്റെ മലക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തത്, എൻ്റെ വീട് അഭിനയിച്ച് തീർക്കുന്ന നടീനടന്മാരുടെ ശബ്ദങ്ങൾ ഉയരാത്ത വീടാണ് എന്ന് ഉറപ്പുവരുത്തുക. മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെയുള്ള ഗാനങ്ങളില്ലാത്ത വീടാണ് എൻ്റെ വീടെന്ന് ഉറപ്പുവരുത്താൻ ഇന്ന് എത്ര കുടുംബത്തിന് കഴിയും? എത്ര കുടുംബത്തിന് സാധിക്കും? നോക്കൂ നിങ്ങൾ, ശൈത്വാനിന് ഇഷ്ടമുള്ള ശബ്ദം സംഗീതത്തിൻ്റെ ശബ്ദമാണ്. അവൻ ആഹ്ലാദിക്കുന്നത് സംഗീതത്തിൻ്റെ ശബ്ദത്തോടു കൂടിയാണ്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമത്തത്, ബഹളങ്ങളില്ലാത്ത വീടാണ് നമ്മുടെ വീടെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. എന്താ ഈ ബഹളം? എപ്പോൾ നോക്കിയാലും അടിയും കച്ചറി പ്രശ്നങ്ങളുള്ള ഒരു വീടായി നമ്മുടെ വീട് മാറിയാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ചെറിയ തട്ടൽ മുട്ടലൊക്കെ ഉണ്ടാവും. അതപ്പം തന്നെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന പശ്ചാത്തലം ഉണ്ടാവണം. പക്ഷേ എല്ലാ സമയത്തും കലഹമുള്ള, എല്ലാ സമയത്തും ബഹളങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വെറും കച്ചറയുടെ വീടായി നമ്മുടെ വീട് മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവരുതെന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ബഹളം അങ്ങനെ തമ്മിലടിച്ച് ജീവിക്കുന്ന വീട്ടിലേക്ക് ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കടന്നു വരൂല എന്നാണ്. കാരുണ്യത്തിൻ്റെ മലക്കുകൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതേപോലെ തന്നെ പുരുഷന്മാർ സുന്നത്ത് നോമ്പുകൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്ന അവസ്ഥ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. നമ്മുടെ വീട് ഇബാദത്തിൻ്റെ കേന്ദ്രമായി നമ്മുടെ വീട് മാറണം. പുരുഷന്മാർ ഫർളായ നമസ്കാരങ്ങൾക്ക് പള്ളിയിലേക്ക് വന്നാലും നമ്മുടെ റവാത്തിബ് സുന്നത്തുകളടക്കം നമ്മുടെ വീടുകളിൽ നമസ്കരിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ വീടുകൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും സമയബന്ധിതമായി വീടുകളിൽ നിസ്കരിക്കുന്ന ഒരു വീടായി നമ്മുടെ വീട് മാറണം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീട് ശ്മശാനം പോലെ നിങ്ങളാക്കരുത്, ഖബറിടം പോലെ നിങ്ങളാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ ഖബറിടത്തിൻ്റെ പ്രത്യേകത? ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ ഖബർ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറകളെ പോലെയാക്കരുത്, ഖബറിടം പോലെയാക്കരുത്. ഖബറിടത്തിൽ യാതൊരു ശബ്ദവും ഉണ്ടാവുകയില്ല. എന്നാൽ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ആക്കേണ്ടത് എന്താണ്? ഖുർആൻ ഓതുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന വീടായി നിങ്ങളുടെ വീടിനെ നിങ്ങൾ മാറ്റണം. ഇന്ന ശൈത്വാൻ, നിശ്ചയമായും ശൈത്വാൻ യൻഫിറു മിനൽ ബൈതി അല്ലദീ തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെട്ടാൽ അവിടെ നിന്ന് ശൈത്വാൻ വിരണ്ടോടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതാണ് സഹോദരങ്ങളെ. പ്രത്യേകിച്ച് പുരുഷന്മാരും കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്താണെന്നറിയോ? വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു 3 കാര്യം പ്രത്യേകം നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കേണ്ടതാണ്. ഒന്ന്, വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറണം. അത് മറക്കാതിരിക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതേപോലെ തന്നെ അതിൻ്റെ കാരണങ്ങളൊന്നും വിശദീകരിക്കേണ്ട, നമുക്ക് ബോധ്യപ്പെടുന്ന ഹദീസുകളും ആയത്തുകളൊക്കെ നമ്മൾ പഠിച്ചവരാണ്. അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞു, ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കയറുന്നതിൻ്റെ കൂടെ നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ട്, വീട്ടിലുള്ളവർക്ക് സലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ കയറണം. അഫ്സുസ്സലാമ ബൈനുക്കും, നിങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുന്നത്, നിങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കുന്നത് അത് സലാമാണെന്ന്. അഫ്സുസ്സലാമ ബൈനുക്കും, നിങ്ങൾ പരസ്പരം സലാം കൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങളെ പുതുക്കാനും ആ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള ആളുകളൊക്കെ സദാസമയവും മിസ്വാക്ക് ചെയ്തിട്ടുള്ള ആളുകളാവണം. ദന്തശുദ്ധി വരുത്തി പല്ല് തേച്ച് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ വീട്ട് വായനാറ്റമുള്ള, അതേ കലഹങ്ങളില്ലാതിരിക്കാൻ വീടൊരു ആശ്വാസത്തിൻ്റെ ലോകമായി മാറണമെങ്കിൽ നോക്കൂ നിങ്ങൾ, ദുർഗന്ധത്തിൻ്റെ വായയില്ലാത്ത മിസ്വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വീട് റസൂലുള്ളാഹി പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ അതാണ് സഹോദരങ്ങളുടെ ജീവിതത്തിലെ ഖൈർ എന്ന് മനസ്സിലാക്കുക. വീട് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമായി മാറുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ
നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതും നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും അതിന് നമ്മുടെ ഇണകളെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതത്തിൽ സംതൃപ്തിയുള്ളൊരു ജീവിതം ഈ ദുനിയാവിൽ നയിക്കാനും അതേപോലെ തന്നെ നമ്മുടെ വീട് ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ കെട്ടിപ്പടുക്കാനും നമുക്ക് സാധിക്കുന്നതോടൊപ്പം ഇന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തലമുറയെ പിടിച്ചു നിർത്താൻ, ദീനിൻ്റെ പശ്ചാത്തലത്തിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. ഒരാൾ മൈക്കയുമായി നമ്മുടെ കുട്ടിയുടെ മുന്നിലേക്ക് വന്നാൽ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ മടിക്കാത്തൊരു തലമുറ വളർന്നുകൊണ്ടിരിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വീട്ടിൽ വാപ്പ തട്ടമിടാൻ കൽപ്പിച്ചു എന്നതൊരു പരാതിയായി സമൂഹത്തിൻ്റെ മുന്നിൽ പ്രചരിപ്പിക്കുന്ന മക്കൾ വളരുന്ന കാലമായി അല്ലേ? ഒരു പെണ്ണ് ദീനിൻ്റെ അന്തരീക്ഷത്തിൽ വളരണമെന്ന് കൊതിക്കുന്നൊരു പിതാവിൻ്റെ നിർദ്ദേശം വലിയ പരാതികളായി കണ്ട് ആ പിതാവ് അത്ര കാലം തിന്നാൻ കൊടുത്ത് പോറ്റി വളർത്തി കഷ്ടപ്പെട്ടതിൻ്റെ ത്യാഗങ്ങളോ അതിൻ്റെ പ്രയാസങ്ങൾ പോലും ആലോചിക്കാതെ സമൂഹത്തിൻ്റെ മുന്നിൽ പരസ്യമായി തൻ്റെ പിതാവിനെ വിമർശിക്കുന്ന, തൻ്റെ മാതാവിനെ വിമർശിക്കുന്ന, തൻ്റെ നന്മയാഗ്രഹിച്ചവരെ ആക്ഷേപിക്കുന്ന ഒരു തലമുറ വളരുമ്പോൾ ഇവിടെ മക്കളെ കൈപിടിച്ച് കൊണ്ടുവരേണ്ട ഒരു ബാധ്യത നമ്മുടേതാണ്. ദീന് പഠിപ്പിക്കണം സഹോദരങ്ങൾ, നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിക്കണം. തിന്മകൾ നിസ്സാരമല്ല എന്ന് നമ്മുടെ മക്കളെ ചെറുപ്പം മുതൽ തന്നെ ബോധ്യപ്പെടുത്തണം. ചെറുപ്പം മുതൽ തന്നെ അതിൻ്റെ ഭവിഷ്യത്ത്, ഒരു തെറ്റെന്താണ്, അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മക്കളെ പഠിപ്പിക്കലാണ് ഏറ്റവും പ്രധാനം. നാളെ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി കിടത്തിയാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, സ്വാലിഹായ സന്താനത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ ഖബറിലേക്ക് എനിക്ക് കിട്ടും. സ്വാലിഹായ സന്താനത്തിൻ്റെ പ്രാർത്ഥന അത് ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന മതപരമായ അറിവുകൾ അത് ഏറ്റവും പ്രധാനമാണ്. അത് വളരെ ഗൗരവത്തോടു കൂടി ആലോചിച്ച് മുന്നോട്ട് ചലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു രക്ഷിതാവ് എന്ന നിലക്ക് 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതും അതേപോലെ തന്നെ ആധുനിക ചിന്തയനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുമായ കാര്യം, നമ്മൾ വഞ്ചന പിശുക്ക് കാണിക്കാൻ പാടില്ലാത്തൊരു 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങൾ ഏതാ? ഒന്ന്, സ്നേഹം കൊടുക്കുന്നിടത്ത് പിശുക്കാതിരിക്കുക. ഭാര്യക്കാവട്ടെ, മക്കൾക്കാവട്ടെ, ഭർത്താവിനാകട്ടെ, കുടുംബത്തിൽ സ്നേഹം നൽകുന്നിടത്ത് ഒരു പിശുക്ക് പ്രകടിപ്പിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹം ഉപ്പയിൽ നിന്ന് കിട്ടാതിരുന്നപ്പോൾ, ഭാര്യയിൽ നിന്ന് കിട്ടാതിരുന്നപ്പോൾ, ഭർത്താവിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോൾ, ഉമ്മയിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും മക്കളും വഴിമാറും, മാതാപിതാക്കളും വഴിമാറും. അതുകൊണ്ട് അതിന് ഉള്ള വഴി നമ്മൾ ഒരുക്കി വെക്കരുത്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പിശുക്ക് വേണ്ട. കുടുംബത്തെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കുടുംബാംഗങ്ങളായി മാറുക. അതേപോലെ തന്നെ 2ാമത്തെ കാര്യം, സ്വാതന്ത്ര്യം നൽകുന്നൊരു വീട്. തിന്മയിലേക്കുള്ള സ്വാതന്ത്ര്യമല്ല, നന്മക്കുള്ള ചാൻസുകളുള്ള വിഷയത്തിലൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കാനും ആ സ്വാതന്ത്ര്യം നൽകുന്നിടത്തൊക്കെ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ വളരുമ്പോൾ അവരിലുള്ള നന്മകളെ പ്രശംസിക്കുന്നതിലും നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. സ്വാതന്ത്ര്യം കൊടുക്കുന്നതിൽ പിശുക്കുണ്ടാകരുത്. തിന്മയിലേക്കുള്ള സ്വാതന്ത്ര്യമല്ല, ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളിൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ ആ വിഷയങ്ങളിലൊക്കെ അവർ നന്മ നേടിയെടുക്കുന്ന സമയത്ത് ആ നന്മയെ അംഗീകരിക്കാനും പ്രശംസ നൽകാനും ഈ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകം അംഗീകാരം നൽകുക, അവരെ പ്രശംസിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി മാറുക. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, അല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഒരു വിശ്വാസി ദുആ ചെയ്യേണ്ട, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. തൻ്റെ ഇണക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി. പടച്ചോനെ, അവരിൽ നിന്ന് കൺകുളിർമ നൽകണേ. സമൂഹത്തിലെ മുത്തഖീങ്ങളായ ആളുകൾക്ക് മാതൃകയുള്ള കുടുംബമായി എൻ്റെ കുടുംബത്തെ മാറ്റണേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാ, അല്ലാഹ് എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണം. മാത്രമല്ല വമിൻ ദുർരിയതി, എൻ്റെ മക്കളെയും നമസ്കാരം മുറുകെ പിടിക്കുന്നവരിൽ എന്നെയും എൻ്റെ മക്കളെയും നീ ഉൾപ്പെടുത്തണം. റബ്ബനാ തഖബ്ബൽ ദുആ,
റബ്ബേ ഈ ദുആ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം എന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് മുറുകെ പിടിക്കുക. ആ രൂപത്തിൽ ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കുക. പരിശുദ്ധ ദീനിനെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ മാത്രമാണ് സമാധാനമുള്ള ഒരു ബർസഖിയായ ലോകം, ഖബറിലെ ജീവിതം നമുക്ക് നന്നാക്കാൻ കഴിയുള്ളൂ. പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹസനാത്തുകളിൽ കനം തൂങ്ങണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു. നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഇബാദത്തുകൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മുടെ കുടുംബപരമായ മേഖലകളും കൃത്യമായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുവഹ്ഹിദീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത് ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا.